നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊമ്പായം. രാഹു മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ 2025 മെയ് മാസം 18-ാം തീയതി രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെയാണ് കുംഭം രാശിയിൽ നിൽക്കുന്നത്. രാഹു കേതുക്കൾ എപ്പോഴും വക്രത്തിലാണ്, പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ. അപ്പൊ രാഹുകേതുക്കളുടെ സഞ്ചാരം കൊണ്ട് അശ്വതി, ഭരണി, കാർത്തികയുടെ കാല് വരെയുള്ള മേടം രാശിക്കൂറുകാർക്കുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. രാഹു 11-ലും കേതു 5-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ രാഹു 11 നിൽക്കുന്ന കാലം വളരെ നല്ലതാണ്. ആ രാഹു ഏതൊക്കെ രാശിയിൽ നിന്നാലാണ് നല്ലതെന്ന് വെച്ചാൽ, മന്ദോദിതം ആശ്രിതേശ്വരോക്തം സ്വക്തഞ്ച രാഹോദജ ഭൂമിജോക്തം സ്വക്തം നിജാധിഷ്ഠിത രാശിപോക്തം കേതഞ്ച വാചം തൃതയം ഫലാല. മന്ദോദിതം സ്വ ആശ്രിതേശ്വരോക്ത, ശനിക്ക് പറയുന്ന ഫലങ്ങളാണ് രാഹുവിന് കൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചൊവ്വയ്ക്ക് പറയുന്ന ഫലമാണ് കേതുവിന് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശനിയുടെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായ കുംഭം രാശിയിലേക്കാണ് രാഹു പകരുന്നത്. അതുകൊണ്ട് വളരെ ഗുണകരമായ നേട്ടങ്ങൾ കിട്ടും. അപ്പൊ രാഹുവിന്റെ ഫലം കൊണ്ട് നമുക്ക് വളരെ നേട്ടങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ, ശനി 11 നിൽക്കുന്നത് പോലുള്ള ഗുണം തന്നെ രാഹു 11 നിന്നാൽ നേട്ടങ്ങളൊക്കെ കിട്ടും. എന്തൊക്കെ നേട്ടങ്ങളാണ് രാഹു നല്ലതായിട്ട് നിന്നാൽ എന്ന് വെച്ച് നോക്കുമ്പോൾ, നമുക്ക് ശത്രുക്കളെ ജയിക്കാൻ പറ്റും. എത്ര ഭീഷണിയും കേസുകളും കോടതി വ്യവഹാരങ്ങളും നമുക്കെതിരെ വന്നാലും നമ്മളൊരു നീക്കോലിയല്ല, പെരുമ്പാമ്പായിട്ട് നിൽക്കുന്നത് കൊണ്ട്. നീർക്കോലി ആണെങ്കിൽ പൂച്ച വരെ പിടിച്ചുകൊണ്ട് പോകും, പെരുമ്പാമ്പാണെങ്കിൽ പുലി വരെ പിടിച്ച് മെഴുകുന്നത് പോലെ അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവര് പോകുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും. രാഹു ദോഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് കുതിരയെ പോലെ നടക്കുന്ന ആൾക്കാർ പാമ്പിനെ പോലെ എഴഞ്ഞു പോണത്, സ്ട്രോക്ക്, പാരാലിസിസ്, കോമ ഇതൊക്കെ ആവണത്, കുഷ്ഠമാവാദികാൻ രോഗാൻ നേത്രപാത ഭവാന വിഷപീഡിഞ്ച നീജാനാം വിരോധം ഗുരുതേ പണിയിലാണ് ദോഷങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുന്നതൊക്കെ രാഹു അനിഷ്ടസ്ഥാനത്ത്. ഇവിടെ നേരെ മറിച്ച് നമുക്ക് അസുഖങ്ങൾ നിശേഷം മാറും. പാമ്പിനെ പോലെ എഴയണ ഒരാൾ കുതിരയെ പോലെ ചാടി ഓടി നടക്കും. അതേപോലെ നമുക്ക് ശത്രുക്കളെ ജയിക്കാൻ പറ്റും. ബിസിനസ്സിലും കാര്യത്തിലും നേട്ടങ്ങൾ കിട്ടും. 11 സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠപ്രാത നിജാത്മജ വാമകർണോ അർത്ഥലാഭശ ചിന്തിയാറ് ഏകാദശാരിമീന. സർവാഭീഷ്ടങ്ങളും എന്ത് കാര്യം ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിക്കിട്ടുന്നതാണ്. ജ്യേഷ്ഠന്മാരെ കൊണ്ടും ഭർത്താവും അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം കിട്ടാനും, അധികാരികളുടെ പ്രീതി കിട്ടാനും, ഉദ്യോഗസ്ഥന്മാര്, കോടതി ഇവരിൽ നിന്നുമൊക്കെ സഹായം കിട്ടാനും, നമ്മുടെ തൊഴിലാളികളും മുതലാളികളും ഒക്കെ നമ്മളെ സഹായിക്കാനും, നമ്മൾ പോകുന്ന പദ്ധതികൾ വിജയിക്കാനും യോഗമുണ്ട്. ഒരു പ്രധാന കാര്യം എടുത്തു പറയുകയാണ്. അപ്പൊ രാഹുവിന്റെ മാറ്റം പറയുമ്പോൾ രാഹുവിനെ മാത്രമാണ് നമ്മൾ കണക്കാക്കി പറയുന്നത്. അപ്പൊ ഇപ്പൊ 7-ാം ശനിയല്ലേ, വേഴ ഇപ്പം മേടൻ രാശിക്കൂറുകാർക്ക് 3 വരെയല്ലേ എന്നൊക്കെ ജ്യോതിഷത്തെ കുറിച്ച് അറിയാവുന്ന പലവരും അഭിപ്രായങ്ങൾ പെടും. അപ്പൊ 7-ാം ശനി ദോഷമാണ്, ഈ വേഴം 3 നിൽക്കുന്ന ദോഷമാണ്. അതിനൊക്കെ ഓരോരോ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വിഷുഫലം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു വർഷത്തെ ഫലം പറയുമ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങളും നമുക്ക് ഗുണം, ഏതൊക്കെ ഗ്രഹങ്ങളും നമുക്ക് പിഴച്ചു നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലവരും ഇത് ആ വീഡിയോകൾ കാണാത്തവരായിരിക്കാം. അല്ലെങ്കിൽ രാഹു 11 നിൽക്കുമ്പോൾ നേട്ട ലാഭം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഈ കൂറുകാർക്ക് കുഴപ്പമാണ് എന്ന് പറയുന്ന ജ്യോതിഷം അറിയാമെന്നുള്ളവരും വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും തർക്ക വിഷയമായിട്ട് കണക്കാക്കും. അപ്പം നമ്മളെ വീട്ടിൽ 3 പേരുണ്ട്.
രണ്ടുപേരും 3 പേരും ഇപ്പൊ പിണങ്ങി നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, കുഴപ്പം കൂടും. അതിൽ ഒരാൾ നമ്മളോട് സ്നേഹിച്ചു വരുമ്പോൾ നമ്മളും അയാളാകുമ്പോൾ രണ്ടാവും, രണ്ടുപേരും വിരോധം. അപ്പൊ മൊത്തം നമുക്ക് നോക്കുമ്പോൾ രണ്ടുപേരും നമുക്ക് ഗുണം, നമ്മളും നമ്മളാ കൂടെ അനുകൂലിച്ചു വരുന്ന ഒരാളും കൂടെ, അപ്പൊ രണ്ടുപേരായി നമുക്ക് ശത്രുക്കൾ രണ്ടുപേരും. അപ്പൊ പകരി ദോഷമല്ലേ ബാധിക്കും. ഈ 3 പേരും ശത്രുവായിട്ടിരുന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകില്ല. അതേപോലെ നിങ്ങളെ ഫലം വീക്ഷിച്ചു കൊള്ളണം. അപ്പൊ വേഴത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയുള്ള പരിഹാരം ചെയ്യണം. ശനിയുടെ അനുഗ്രഹം കിട്ടാനുള്ള പരിഹാരം ചെയ്യണം. രാഹു നമുക്ക് നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ പാവാനാം അഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ട വരൈനാണ്. പാവഗ്രഹങ്ങൾക്ക് 3ഉം 11ഉം ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടം മാറി ഇഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ആരോഗ്യവർദ്ധന, പ്രവചനങ്ങളുടെ പ്രീതി, ധനസമായാനം, ധാരാളം ധനങ്ങളൊക്കെ വന്ന് കിട്ടാനുള്ള യോഗം. എല്ലാ കാര്യത്തിനും തടസ്സങ്ങളുണ്ട്. മറ്റേ ശനിയും വേടനൊക്കെ എതിരായിട്ട് നിൽക്കുന്നത് കൊണ്ട്. രാഹു എതിരായിട്ടാണ് മേടക്കൂറുകാർക്ക് നിൽക്കുന്നത്. അതും അനുകൂലിച്ച് വരുമ്പോൾ എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താന ലാഭങ്ങളും ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ നമുക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും. ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന ഫലവും കൂടെ കണക്കാക്കി നോക്കിയാൽ ശ്രോണി ഗ്രാമപുരാധികാര ജനിത പൂജാഖു ധാന്യാഗമാനാണ്. ശനി ബലവാനായിട്ടിരുന്ന ശ്രോണി ഗ്രാമപുരം അധികാര ജനിത, അപ്പൊ കൊട്ടാരത്തിന്റെയും അതേപോലെ ഗ്രാമത്തിന്റെയും പുരത്തിന്റെയൊക്കെ അധികാരം കിട്ടുന്ന വെച്ചാൽ സംഘം, സമുദായം, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗങ്ങൾ, നമ്മളെ ബിസിനസ് രംഗങ്ങളിലൊക്കെ കുറെ നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുള്ള യോഗമുണ്ട്. അതേപോലെ ഈ സൗരിയും പ്രാപ്യ കരോഷ്ട പക്ഷി മഹിഷി വൃത്താംഗന വ്യാപ്തയ എന്നുകൂടെയോടൊപ്പം കൃഷി, നാൽക്കാലി, വ്യാപാരം, ഡയറി ഫാം, അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ, ഏജൻസി ഇടപാടുകളിലും ഒക്കെ നമുക്ക് കമ്മീഷൻ, നല്ല പ്രോഫിറ്റ്, നല്ല സാലറി, നല്ല പ്രമോഷൻ, ഇതൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന പലരും നമുക്ക് നേടി ചെയ്യാൻ പറ്റും. സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും പഠിക്കാൻ പോണവർക്കൊക്കെ നല്ല ഐശ്വര്യ പ്രവൃത്തികൾ കിട്ടും. കാരണം 1.5 കൊല്ലം രാഹു 11ൽ കൊണ്ടു. എന്നാൽ കേതു നമുക്ക് 5 നിൽക്കുകയാണ്. 5 കേതു നിൽക്കുമ്പോൾ ടെൻഷൻ നമുക്ക് കൂടും, വിരോധികളും കൂടും. പാവേ പഞ്ചമകസ്യ ദോഷവശതോ മൗഢ്യാദിനാലും മുതൽ ആപത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യം മനക്കുന്തിത ക്രോധ മാത്യരുഗാധികന്തര ശിവേ എന്നാണ്. അപ്പൊ 5ാമത്തെ രാശി നിൽക്കും പഞ്ചമകേശ ദോഷവശത, ദോഷങ്ങൾ ചെറുതായിട്ട് വരും. ആപത്യസ്യ പുരാണ പുണ്യവിലയോ, പൗരാണികപരമായ പുണ്യങ്ങൾക്കാണ് ഇത്തിരി കുറവ് വരുന്നതെന്നാണ്. അപ്പൊ നിങ്ങളുടെ ആത്മീകം, ദൈവികം, ഭക്തി ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നാലും അമ്പലത്തിൽ പോക്ക്, ജപങ്ങള്, തപങ്ങള്, ആത്മീക ദൈവിക കാര്യാദികൾ നമ്മൾക്ക് വളരെയധികം കഴിവുണ്ടായിരുന്നാലും എനിക്കതൊന്നും വേണ്ട എന്ന് തോന്നി ഭയങ്കര സിദ്ധന്മാരെ പോലെ യോഗികളെ പോലെ ജീവിച്ചിരുന്നവർക്ക് പെട്ടെന്ന് ഈ അമ്പലവും ദൈവങ്ങളും ആത്മീയതയും ദൈവിക കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾക്ക് ഒരു സമയക്കുറവാ, താല്പര്യക്കുറവാക്കെ കൊണ്ട് കാര്യങ്ങൾ അതങ്ങ് സൂക്ഷിച്ചു പോകും. അമ്പലക്കാര്യവും ഉത്സവകാര്യവും ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നാൽ കൊള്ളാന്നൊക്കെ തോന്നും. അപ്പൊ നമ്മളെന്താണ്, പൗരാണികപരമായ പുണ്യങ്ങൾക്ക് കുറവ് സംഭവിക്കും. അത് വരാതിരിക്കാൻ നിങ്ങൾ കുറച്ചും കൂടെ കുടുംബദേവന്മാരുടെ കാര്യം, മതപരമായിട്ടുള്ള പ്രാർത്ഥന, നേർച്ച, വഴിപാട്, കർമ്മങ്ങൾ കുറച്ച് പ്രാധാന്യം കൽപ്പിച്ച് പൂജകളും ജപങ്ങളും കർമ്മങ്ങളും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുക. അതിനൊക്കെ ചെയ്യാൻ സമയമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാരിയെ, തന്ത്രിയെ, ജ്യോത്സ്യനെ സമീപിച്ച് നിങ്ങളുടെ ദൈവിക ശക്തി വർദ്ധിച്ച് ഐശ്വര്യ പ്രവൃത്തി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. പഞ്ചമ സംസ്ഥക പാപക പുത്രവിനാശം കരോതി ബലഹീന. 5 പാവം നിൽക്കുമ്പോഴാണ് പിള്ളേർ പറഞ്ഞാൽ കേൾക്കാത്തതും, നമുക്ക് പിള്ളേരോട് മക്കളോട് വിരോധം തോന്നുന്നതും, മക്കളുണ്ടാക്കാൻ ചെറിയ തടസ്സങ്ങൾ വരുന്നതും, പിള്ളേരുടെ കല്യാണത്തിനും അതേപോലെ വിദ്യാഭ്യാസത്തിനും കാര്യത്തിനൊക്കെ ഒരു വേണോ വേണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ, അത് പഠിക്കണമെങ്കിൽ പിന്നെ പഠിക്കട്ടെ, കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, എന്ത് ചെയ്യാൻ എന്നൊക്കെ തോന്നി നമ്മളെ പിള്ളേരെ കാര്യത്തിൽ നമ്മളും കൂടെ
ഒരു താല്പര്യം കാണിക്കാതെ പോവുകയും അതോടുകൂടി പിള്ളേരെ വഴിക്ക് പോവുകയും അത് അവർക്ക് ചിലപ്പം അവരുടെ തീരുമാനങ്ങൾ അവർക്കും നന്മക്കും നല്ലതായി. ഇങ്ങനെയുള്ള സമയങ്ങൾ അവരുടെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും നല്ല രീതിയിൽ പിടിച്ചുലയ്ക്കുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് അവരുടെ വഴക്കല്ല നമുക്ക് വേണ്ടത്. സന്താന ഗോപാലമൂർത്തി പൂജ, ഐശ്വര്യ പൂജ, അവർ പഠിക്കണവരാണെങ്കിൽ സരസ്വതി പൂജ നടത്തി കൊടുക്കണം. വിവാഹം നടക്കാത്തവരാണെങ്കിൽ സ്വയംവര പൂജ നടത്തി കൊടുക്കണം. അവർക്ക് അപകടങ്ങളും കുഴപ്പങ്ങളും വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയോമം അർച്ചനയൊക്കെ നടത്തി കൊടുക്കണം. നമ്മളെ കൈവിട്ടു പോകാതെ സ്നേഹമായിട്ട് അവരോട് ഇടപെടണം. ഇതൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള വിരോധങ്ങളും നമുക്കുള്ള വിഷമതകളും മാറിക്കിട്ടും, നല്ലതായിട്ട് വരും. അങ്ങനെ നമുക്ക് പാവേ പഞ്ചമഗസ്യ ദോഷവശതോ മൗഢ്യാദിനാലുന്നത് ആപത്യസ്യ പുരാണ പുണ്യവലിയ വേദ്യം മനക്കുണ്ടിത. വേദിക്കാച്ച മറയ്ക്കുക, മുറിക്കുക, ഇല്ലാതാക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. ഈശ്വരന്റെ അനുഗ്രഹത്തിന് മങ്ങൽ വരികയും ക്രോധം വാശി തോന്നുകയും മാത്യരുഗാദിക സന്താനങ്ങൾക്ക് രോഗങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമാണ് 5 കേതുവിന്റെ സഞ്ചാരം. അപ്പൊ 11 രാഹു നമുക്ക് പോകാം. എങ്കിലും മൊത്തത്തിൽ നമ്മൾ ഒന്ന് പറയുമ്പോൾ വേഴം 3 നിൽക്കുന്ന കാലം, രാഹു 11 നിൽക്കുന്ന കാലം, ശനി 12 നിൽക്കുന്ന കാലം. അപ്പം വേഴം 3 നിൽക്കുന്നത് ദോഷമാണ്, ശനി 12 നിൽക്കുന്ന ദോഷമാണ്, രാഹു 11 നിൽക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ 3 നമുക്ക് നല്ലത്. ശനി 11 നിൽക്കുന്നതും രാഹു 11 നിൽക്കുന്നതും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കൈ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് കോട്ടങ്ങളുള്ളത് പരിഹരിച്ച് നേട്ടങ്ങളുള്ളത് നേടിയെടുക്കാൻ ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ ദോഷങ്ങളുള്ള ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക് പിഴച്ചിരിക്കുന്നത്, ശനിക്ക് ശാസ്താവിനെ പരിചോളണം, കേതുവിന് നവഗ്രഹങ്ങളിപ്പോൾ കേതുവിനെ പരിചോളണം, ബാക്കിയുള്ള ശനിക്ക് ശാസ്താവിനെ പരിചോളണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ തീർച്ചയായിട്ടും മാറും. കാലഭൈരവ സ്വാമി ഭജിച്ച ഏറ്റവും നല്ലതാണ്. കാരണം എന്തെല്ലാം ശത്രുദോഷങ്ങള്, മൃത്യുദോഷങ്ങള്, ആപത്തുക്കള്, അപകടങ്ങള്, കടങ്ങള് എന്ത് വന്നാലും നമുക്ക് നല്ല രീതിയിൽ ഭഗവാനെ ഭജിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നേടി കിട്ടിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് നേടി നല്ല രീതിയിൽ സാവധാനത്തിലെങ്കിലും കാര്യങ്ങളിൽ വിജയം കണ്ടെത്താനും നിലനിർത്താനും വിഷമതകളിൽ നിന്നും മുക്തി നേടാനും നോക്കുന്നുണ്ട്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്ര നട തുറന്നിരിക്കും. എപ്പോഴും വേണോ വരാൻ തൊഴുവാണ്. അത് രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം, 10 ബലി തിരുഹോമം, 4 മണിക്ക് യമരാജ പൂജ, സർപ്പപൂജകളും വഴിപാടുകളും, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7:30 മണി വരെ പാല്, തൈര്, വെണ്ണ, കളവം ഇങ്ങനെയൊക്കെയുള്ള ദിവ്യ വസ്തുക്കളെ കൊണ്ടുള്ള മന്ത്രതന്ത്രാദികളെ കൊണ്ടുള്ള കലശാദി വിശേഷ അഭിഷേകങ്ങൾ, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപ ആരതി മുതലായൊക്കെ നമുക്ക് നടത്താൻ പറ്റും. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം. കാരണം ജാതകത്തില് നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ രാഹുവിന്റെ, കേതുവിന്റെ, സർപ്പത്തിന്റെ ശരീരമാറ്റങ്ങളൊന്നും കാര്യമായ രീതിയിൽ നമ്മൾ ഊപ്പാട് വരുത്തില്ല. അതേസമയം ജാതകത്തിലും കൂടെ ഗ്രഹപ്പിഴവുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ദോഷങ്ങളുണ്ടെന്ന് ഭയക്കാനേ പാടില്ല. വിധിയെ മതി കൊണ്ട് വെല്ലലാം. അങ്ങനെ വിധിയെ മതി എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ പറ്റും. എങ്ങോട്ട് പോയാൽ ഗോ സ്ലോവോ എന്നൊരു ബോർഡ് കണ്ട നമ്മൾ വണ്ടി പതുക്കെ പോണം. അപ്പോൾ തന്നെ കുതിച്ചാടൂല, ആപത്തുക്കൾ വരൂല. അതേപോലെ ഒരു ചൂണ്ടുപലക മാത്രമാണ് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെയും ഫലത്തിന്റെയും ആധികാരികത. എല്ലാവർക്കും നല്ലത് വരുന്നതിന് കാല ഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.